ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വിഷയം എന്നും കൂടെയുള്ളവനായ കർത്താവായ ഈശോയെക്കുറിച്ചാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28:20 തമ്പുരാൻ നമ്മളോട് പറയുന്നുണ്ട്, ഈശോ പറയുന്നുണ്ട്, യുഗാന്തം വരെ ഞാൻ എന്നും നിന്റെ കൂടെ ഉണ്ടായിരിക്കും. സ്നേഹമുള്ളവരെ, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുവരുന്ന വലിയൊരു പ്രശ്നമാണ് എനിക്ക് ആരുമില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എന്നെ സ്നേഹിക്കുന്നവരാരും തന്നെ ഇല്ല എന്നൊരു ചിന്ത. ആധുനിക മനഃശാസ്ത്രജ്ഞന്മാർ അതിനൊരു പേരുമിട്ടിട്ടുണ്ട്, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, ഫോമോ എന്നൊരു പേര്. അതായത് മറ്റുള്ളവർ എന്നെ മനസ്സിലാക്കുന്നില്ല, എൻ്റെ ജീവിത പങ്കാളി എന്നെ മനസ്സിലാക്കുന്നില്ല, എൻ്റെ മക്കൾ എന്നെ മനസ്സിലാക്കുന്നില്ല, എൻ്റെ കൂട്ടുകാർ എന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള പുതിയൊരു പ്രതിഭാസം പ്രത്യേകിച്ച് ഈ കോവിഡിനോടനുബന്ധിച്ചൊക്കെ നമ്മുടെയൊക്കെ യുവജനങ്ങളുടെയും കുട്ടികളുടെയൊക്കെ ഇടയിൽ വളർന്നു വരുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഈ വചനമാണ് നമുക്കതിന് ഏറ്റവും വലിയ ഉത്തരവും, ഈ വചനമാണ് അതിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹവും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28:20 യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഞാൻ വ്യക്തിപരമായി ഞാൻ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്, നമ്മുടെ കൂടെ നമ്മുടെ ജീവിത കാലഘട്ടങ്ങളിൽ പലരും നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മുടെ അപ്പനും അമ്മയും, നമ്മുടെ കുഞ്ഞുനാളിൽ നമ്മുടെ അപ്പനും അമ്മയും നമ്മളെ പരിപാലിക്കും, നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരും, നമ്മുടെ കൂടെ ഉണ്ടാകും. പക്ഷേ ഒരു പ്രായമായി കഴിയുമ്പോൾ അവർ ചിലപ്പോൾ വാർദ്ധക്യം കൊണ്ടോ രോഗങ്ങൾ കൊണ്ടോ മരണങ്ങൾ കൊണ്ടോ ഒക്കെ അവർ നമ്മിൽ നിന്നും അകന്നു പോകും. അവർക്ക് നമ്മുടെ മേൽ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കാതെ നമ്മളെ സംരക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാകും. കുറച്ചും കൂടെ കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ജീവിത പങ്കാളിയായിരിക്കും നമ്മളെ സംരക്ഷിക്കുന്നത്, മക്കളായിരിക്കാം ചിലപ്പോൾ നമ്മളെ സംരക്ഷിക്കുന്നത്, കൂട്ടുകാരായിരിക്കും നമ്മളെ സംരക്ഷിക്കുന്നത്, പല വ്യക്തികളും നമ്മളെ സംരക്ഷിക്കുവാനായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാകും. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യം, ഇവരെല്ലാവരും കുറച്ച് കാലഘട്ടത്തേക്ക് നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. കുറച്ച് കാലഘട്ടത്തേക്ക്, ഒരു ഉറപ്പുമില്ല ഇവർ. പ്രത്യേകിച്ച് ഇവരുടെ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന മാതാപിതാക്കള്, പ്രിയപ്പെട്ടവരെല്ലാം കുറച്ച് കാലഘട്ടത്തെ മാത്രം സംരക്ഷണം നമുക്കുണ്ടാകുന്നു. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അവർ മാറി വേറെ ആൾ വരുന്നു. ചിലപ്പോൾ ആരുമില്ലാത്ത അവസ്ഥകളും ഉണ്ടാവും. അതോടൊപ്പം തന്നെ പണം ചിലപ്പോൾ എന്നെ ജീവിതത്തിൽ എപ്പോഴും സംരക്ഷണം തരുമെന്നുള്ളൊരു മിഥ്യാധാരണ നമുക്കുണ്ടാവും. സ്ഥാനമാനങ്ങൾ, എൻ്റെ സൗന്ദര്യം, എൻ്റെ ആരോഗ്യം, ഇതൊക്കെ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകും എന്നുള്ളൊരു മിഥ്യാധാരണ നമുക്കുണ്ട്. പക്ഷെ നമുക്കെല്ലാം അറിയാവുന്നതാണ്, കാലഘട്ടങ്ങൾ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇതൊന്നും നമ്മുടെ കൂടെ ഉറപ്പില്ലാത്ത കാര്യങ്ങളാണെന്ന് നമുക്കറിയാം. പണം എപ്പോഴും നഷ്ടപ്പെടാം, സമ്പത്ത് എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം, ആരോഗ്യം എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം, സൗന്ദര്യം എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം. സ്നേഹമുള്ളവരെ, ഈ മത്തായിയുടെ സുവിശേഷം 28:20 നമുക്കെന്നും നമ്മുടെ കൂടെ ഉണ്ടാകും. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഈ തമ്പുരാൻ കർത്താവിന് മാത്രമേ നമുക്ക് ഉറപ്പ് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ, അവിടുന്ന് കൂടെ ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, പലപ്പോഴും ദൈവത്തെ അനുഭവിച്ചറിയുവാനും ദൈവത്തിൻ്റെ ഐക്യത്തിൽ ജീവിക്കുവാനും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. നാം ഓരോരുത്തരും പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, വിശുദ്ധമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെയാണ്. പക്ഷെ പലപ്പോഴും അലസത കൊണ്ടോ അല്ലെങ്കിൽ മടി കൊണ്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടോ ഒക്കെ നമുക്ക് പ്രാർത്ഥനയിൽ വളരാൻ പറ്റുന്നില്ല, ദൈവികമായ ചിന്തയിൽ വളരാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുവരുന്ന പുതിയൊരു പ്രതിഭാസമാണ് പള്ളിയിൽ പോകാനുള്ളൊരു മടി, പ്രാർത്ഥിക്കുവാൻ കുടുംബ കൂട്ടായ്മയ്ക്ക് പോകാനുള്ളൊരു മടി. ഇതൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്നത്, സ്നേഹമുള്ളവരെ, തീർച്ചയായിട്ടും വചനത്തിൽ നമ്മളെ സൂചിപ്പിക്കുന്നുണ്ട്, ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഏത് ദൈവത്തെ കാണുമെന്നാ മത്തായിയുടെ സുവിശേഷം 28:20 പറയുന്നത് തന്നെയാണ്, യുഗാന്തം വരെ ഞാൻ എന്നും നിന്റെ കൂടെ ഉണ്ടായിരിക്കും. വിശുദ്ധ കുർബാനയാകുന്ന ഈശോ ആ വിശുദ്ധ കൂദാശകൾ സ്വീകരിക്കുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ കർത്താവ് നടക്കുന്നുണ്ടെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണമെങ്കിൽ, സ്നേഹമുള്ളവരെ, ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, മക്കളെ, ഹൃദയവിശുദ്ധി ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ നടക്കണ എന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ എന്ന്. അതിനാൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോൾ, മറ്റുള്ളവർ എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് ചിന്തിക്കുമ്പോൾ, മറ്റുള്ളവർ എന്നെ തെറ്റിദ്ധരിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ, ചെറിയ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, മറ്റുള്ളവരെല്ലാവരും നമ്മളെ തള്ളി പറയുന്ന, നമ്മളെ ചവിട്ടി ഒതുക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ഈ കർത്താവായ ഈശോ നമ്മുടെ കൂടെ ഉണ്ടാകും. ഭയപ്പെടേണ്ട മകനെ, ഭയപ്പെടേണ്ട മകളെ, നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല, നീ ഇനിമേൽ പാപം ചെയ്യാതിരുന്നാൽ മതി, ഞാൻ നിന്റെ കൂടെ എന്നും ഉണ്ട്, യുഗാന്തം വരെ എന്നും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. സ്നേഹമുള്ളവരെ, ഇത്രത്തോളം വലിയ ഒരു വാഗ്ദാനം, ഇത്രത്തോളം ഉറപ്പുള്ള ഒന്ന് ഈ ലോകത്തെ വേറെ എന്താണുള്ളത്? വേറെ ഒന്നുമില്ല. ഈ ലോകത്തെ ഏറ്റവും വലിയ ഉറപ്പുള്ള ഒന്ന് വേറെ ഒന്നുമില്ല. ഈ തമ്പുരാനായ ഈശോയെ സ്വന്തമാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഉറപ്പായ ഒരു കാര്യം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18:27 നമ്മൾ കാണുന്നുണ്ട്, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. നമ്മൾ ഈ ലോകത്തിൽ ചിന്തിക്കും, പലർക്കും നമ്മളെ പല രീതിയിലും സഹായിക്കാനായിട്ട് സാധിക്കും,
അല്ലെങ്കിൽ എനിക്ക് നല്ല കഴിവുണ്ട്, എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും എന്നൊരു ചിന്ത പലപ്പോഴും നമ്മുടെ ഉള്ളിൽ അഹങ്കാരമായിട്ടൊക്കെ വരാൻ സാധ്യതയാണ്. അപ്പോൾ ഈ വചനത്തിന്റെ വലിയ അഭിഷേകം എന്താണ്? മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അതായത് ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും ഇടപെടാനായിട്ട് ശക്തനായവൻ കർത്താവായ ഈശോയാണ്. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുകയെ, നമ്മൾ എന്താ നേടിയെടുക്കേണ്ടത്? സമ്പത്താണോ? ആരോഗ്യമാണോ? സ്ഥാനമാനങ്ങളാണോ? ഇതൊന്നും വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല, ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. പക്ഷേ ഇതിനേക്കാളൊക്കെ ഒരു പടി മുകളിൽ നമുക്ക് ആവശ്യമുള്ളതാണ് ദൈവത്തെ സ്വന്തമാക്കുക എന്നുള്ളത്. അതിനാൽ സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, നിങ്ങളോടൊരു വാക്ക് എനിക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്. എന്തും നിങ്ങളത് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട്. വിദ്യാഭ്യാസവും വസ്ത്രവും ഭക്ഷണവും എല്ലാ രീതിയിലുള്ള സമൃദ്ധിയും അവർക്ക് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ കാലഘട്ടത്തിലെ മാതാപിതാക്കന്മാർ. പക്ഷെ എനിക്ക് തോന്നുന്നുണ്ട്, പലപ്പോഴും എനിക്ക് തോന്നുന്ന ഒരു കാര്യം, മാതാപിതാക്കൾക്ക് ഒരു ചെറിയ കുറവുണ്ടായിട്ടുണ്ട്. ദൈവത്തെ കൊടുക്കുവാനായിട്ട് പലപ്പോഴും അവർക്ക് വീഴ്ച വന്നിട്ടുണ്ടോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ തോന്നുകയാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ കുഞ്ഞുങ്ങൾക്ക് ചെറിയ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ, ഈ യുവജനങ്ങൾക്ക് ചെറിയ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുന്ന പുതിയ ദമ്പതിമാർക്ക് ചെറിയ കുറവുകളും പരാജയങ്ങളും ഉണ്ടാകുമ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അവർക്ക് ആ പ്രശ്നത്തെ തരണം ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ്. ഈ സാഹചര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവർ വ്യതിചലിച്ചു നിൽക്കുകയും വിശ്വാസത്തിൽ നിന്ന് അകന്നു പോവുകയും പ്രാർത്ഥനയില്ലാത്ത ജീവിത സാഹചര്യങ്ങളിലേക്ക് പോവുകയും പലപ്പോഴും വിവാഹ മോചനത്തിലേക്ക് തന്നെ പോകുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്തുകൊണ്ടാണ് അവരങ്ങനെ പോകുന്നത്? ഇത് പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണം, എൻ്റെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായാൽ, എൻ്റെ ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ എനിക്ക് ആശ്രയിക്കുവാൻ എന്നും എൻ്റെ കൂടെയുള്ള എൻ്റെ കർത്താവ് ഉണ്ടെന്നുള്ളൊരു ബോധ്യം ഈ കുഞ്ഞുങ്ങൾക്കില്ലെന്നുള്ളതാണ്. മാതാപിതാക്കൾ പലപ്പോഴും അവർക്ക് ആവശ്യമുള്ളതെല്ലാം കരുതി കൊടുക്കും. പക്ഷെ സ്നേഹമുള്ളവരെ, ഇതൊക്കെ അവർക്ക് തീർച്ചയായിട്ടും ആവശ്യമുള്ളത് തന്നെയാണ്. പക്ഷേ ഇതിനേക്കാൾ ഉപരിയായിട്ട് അവർക്ക് ആവശ്യമുള്ളത് തമ്പുരാനിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. ആ ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. അവരുടെ ജീവിതത്തിൽ ഏത് സാഹചര്യങ്ങളിലൂടെ അവർ കടന്നു പോയാലും, അവർക്ക് എത്രത്തോളം ഒക്കെ സഹനങ്ങളുടെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയാലും, എന്നെ മനസ്സിലാകുന്ന, എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ഒപ്പം ഉണ്ടെന്ന ബോധ്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ യുവജനങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ, പ്രിയ മാതാപിതാക്കന്മാരെ, കുഞ്ഞിലെ തൊട്ട് തന്നെ നിങ്ങൾ ആ ദൈവത്തെ കൊടുക്കണം. അവർക്ക് നിങ്ങൾ മറ്റ് ഭൗതികമായ കാര്യങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ ഉപരിയായി ആ ദൈവത്തെ കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. ആ കുടുംബ പ്രാർത്ഥനയിൽ, ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന കാര്യങ്ങളിൽ, അതോടൊപ്പം തന്നെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ, ബൈബിൾ വായിക്കുന്നതിൽ, ഇതിനൊക്കെ ഒരു പ്രാധാന്യതയും അതോടൊപ്പം തന്നെ ഇതിൻ്റെയൊക്കെ ഒരു മഹത്വവും ഒക്കെ ഈ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ വരുന്ന കാലഘട്ടത്തിൽ ഈ കുഞ്ഞുങ്ങൾ പല പ്രശ്നങ്ങളും തരണം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പരാജയമടങ്ങുന്ന അവസ്ഥകളിലേക്ക് പോകും. അതിനാൽ സ്നേഹമുള്ളവരെ, സത്യമായ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, എന്നും കൂടെയുള്ളവൻ ഈ കർത്താവായ ഈശോയാണ്. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ വരും തലമുറയ്ക്ക് ഏറ്റവും കൂടുതൽ സമ്പാദിക്കാനും ഏറ്റവും കൂടുതൽ സ്വന്തമാക്കുവാനായിട്ടും ഏറ്റവും കൂടുതൽ ഉറപ്പുള്ളതും എന്നും കൂടെയുള്ളതും ഈ തമ്പുരാനായ ഈശോയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28:20 തമ്പുരാൻ നമുക്ക് ഉറപ്പ് നൽകുന്നത്, മക്കളെ, യുഗാന്ത്യം വരെ ഞാൻ എന്നും നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. വിശുദ്ധ കുർബാനയായി നമ്മുടെ എല്ലാം ഇടവക ദേവാലയത്തിൻ്റെ സക്രാരിയിൽ വിശുദ്ധ കുർബാനയായി ഈശോ കുടികൊള്ളുകയാണ്. എന്തിനു വേണ്ടിയാണ്? നമ്മുടെയൊക്കെ കൂടെ ആയിരിക്കാൻ വേണ്ടിയാണ്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്രയോ ഭാഗ്യപ്പെട്ടവരാ. പ്രത്യേകിച്ച് കേരളത്തിൽ 4 കിലോമീറ്ററിനുള്ളിൽ തന്നെ ഒരു ഇടവക ദേവാലയമുണ്ട്. ആ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുവാനും ആ സൃഷ്ടാവായ ദൈവത്തെ ആരാധിക്കുവാനും ആ ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുവാനും ഒക്കെ എത്രയോ അവസരങ്ങളാണ് നമുക്കുള്ളത്. പക്ഷേ അതൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. സ്നേഹമുള്ളവരെ, ഈശോ പറയുന്നുണ്ടല്ലോ, ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. വിശുദ്ധ കുമ്പസാരം സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട് വിശുദ്ധിയോടുകൂടി ജീവിക്കുമ്പോൾ കൂടെ നടക്കുന്ന ദൈവത്തെ നമുക്ക് കാണാൻ പറ്റുക. കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് നമുക്ക് അസ്വസ്ഥതയും ഉറക്കവും അതോടൊപ്പം തന്നെ അലസതയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണ്? നമുക്ക് കൂടെയാകുന്ന ഈശോയെ കാണാൻ പറ്റുന്നില്ല, കൂടെയുള്ള ദൈവത്തെ കാണാനായിട്ട് പറ്റുന്നില്ല, ആ ദൈവത്തെ ഒന്ന് അനുഭവിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത്, നമ്മൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന സമയത്ത്, വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുന്ന സമയത്ത് നമുക്ക് തീഷ്ണതയോടുകൂടി ഈ പ്രാർത്ഥനയൊന്ന് തീരാതിരുന്നായിരുന്നെങ്കിൽ എന്നുള്ള ചിന്തയോടുകൂടി നമുക്ക് നിൽക്കാനായിട്ട് സാധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കൂടെയുള്ള ദൈവത്തെ കാണാനായിട്ടുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകണം. തീർച്ചയായിട്ടും കൂടെ എൻ്റെ ദൈവമുണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസം നമുക്കുണ്ടാകണം. ഈ വിശ്വാസവും ഈ ബോധ്യവും ഉണ്ടാകുവാൻ വേണ്ടിയാണ്
ഈശോ നമ്മോട് പറഞ്ഞിരിക്കുന്നത് വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ തയ്യാറാവുക. യുഗാന്ത്യം വരെ ഞാനെന്നും നിന്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന അരുളി ചെയ്തവനായ കർത്താവ് വിശുദ്ധ കുർബാനയിലൂടെയാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതെങ്കിൽ ആ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനായിട്ട് മാനസാന്തരപ്പെട്ട് വിശുദ്ധ കുമ്പസാരം സ്വീകരിച്ച് ആ ഈശോയെ സ്വീകരിച്ച് ജീവിക്കുവാനുള്ള തീരുമാനം നമ്മൾ എടുത്താൽ, സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ്. പണമോ സ്വാധീനമോ സമ്പത്തോ എന്ത് നേടിയാലും നമുക്ക് ഈ ലോകത്തിൽ മാത്രമേ ജീവിക്കാൻ പറ്റുകയുള്ളൂ. മരിച്ചു കഴിയുമ്പോൾ ഇതൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. പണം കൊണ്ടുപോകാൻ പറ്റില്ല, ആരോഗ്യം കൊണ്ടുപോകാൻ പറ്റില്ല, സൗന്ദര്യം കൊണ്ടുപോകാൻ പറ്റില്ല, സ്ഥാനമാനങ്ങൾ കൊണ്ടുപോകാൻ പറ്റില്ല. നിത്യജീവനിലേക്ക് പോകണമെങ്കിൽ ഈ ലോകത്തിലും പരലോകത്തിലും നമുക്കുണ്ടാകുന്ന ഏക ഉറപ്പ് തമ്പുരാനായ ഈശോ മാത്രമേ ഉള്ളൂ. അതിനാൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, യുവജനങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കെന്നും ആവശ്യമുള്ള ഒന്ന് ഈ തമ്പുരാനായ ഈശോയെ കൂടെ കൊണ്ട് നടക്കുക എന്നുള്ളതാണ്. ഈ തമ്പുരാൻ നമ്മുടെ കൂടെ എന്നും ഉണ്ട്. പക്ഷേ നമുക്കത് ബോധ്യമാകണമെങ്കിൽ ഈശോ പറയുക, ഹൃദയവിശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുകയുള്ളൂ, എന്നെ അനുഭവിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും വിശുദ്ധ കുർബാനയിലായിരിക്കുമ്പോൾ താമസിച്ച് വരികയും ഈ കുർബാനയൊന്ന് തീർന്നായിരുന്നുവെങ്കിൽ ഇത് ഉറക്കം വരുന്നു, ക്ഷീണമാകുന്നു, നമ്മൾ ഇരിക്കുന്നു, കുർബാനയിൽ ഭക്തിപൂർവ്വം പങ്കെടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇതൊക്കെ നമ്മൾ പലപ്പോഴും പറയും കാലാവസ്ഥ കൊണ്ടാണെന്നും എനിക്ക് രോഗങ്ങളുള്ളതാണെന്നും എന്നൊക്കെ നമ്മൾ പറയും. ഇതൊന്നുമല്ല കാരണം. പ്രധാനപ്പെട്ട കാരണം ഇത്ര മാത്രമേ ഉള്ളൂ, ആ ഹൃദയവിശുദ്ധിയോടുകൂടി ദൈവത്തെങ്കിലേക്ക് അടയാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ്. എത്രയോ മക്കൾ ഹൃദയവിശുദ്ധിയോടുകൂടി ജീവിക്കുമ്പോൾ ഒരു ദിവസം പോലും വിശുദ്ധ കുർബാനയിൽ മുടക്കമുണ്ടാകാതെ ആ ദൈവത്തെ അനുഭവിച്ചറിയുന്നവരുണ്ട്. അവർക്ക് വലിയ അനുഭവങ്ങളാണ്. എനിക്കറിയാവുന്ന, ഞാൻ ഉണ്ടായിരുന്ന ഒരു ഇടവകയിൽ ഒരു അപ്പനും അമ്മയും തൻ്റെ കുഞ്ഞിൻ്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി തടസ്സം മാറാൻ വേണ്ടി വന്നപ്പോൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ട് ഞാൻ അവരോട് ആവശ്യപ്പെട്ടു. അവർ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തപ്പോൾ അവർ കുറേ നാൾ കഴിഞ്ഞപ്പോൾ മകൾക്ക് നല്ലൊരു വിവാഹ ജീവിതവും ജീവിത പങ്കാളിയും ഒക്കെ ലഭിച്ചു. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് അവർക്ക് ലഭിച്ചതൊരു കാര്യമുണ്ട്. വിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്നവനായ കർത്താവിനെ അവർക്ക് അനുഭവിച്ചറിയാൻ സാധിച്ചതാണ്. ആ അനുഭവിച്ചറിയുന്ന കർത്താവിനെ അനുഭവിച്ചറിയാൻ പറ്റിയപ്പോൾ അവർ തുടർന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക, ഒരു ദിവസം പോലും മുടക്കം ഉണ്ടാകാതെ. അപ്പോൾ അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ സ്വത്തെന്താ? മകളുടെ വിവാഹമായിരുന്നില്ല. അത് തീർച്ചയായിട്ടും അവർക്കൊരു വലിയ അനുഗ്രഹമായിരുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ജീവിക്കുന്നവനായ കർത്താവിനെ എനിക്കെന്നും കാണാൻ പറ്റുമല്ലോ, ജീവിക്കുന്നവനായ കർത്താവിനെ എനിക്കെന്നും സ്പർശിക്കാൻ പറ്റുമല്ലോ, ജീവിക്കുന്നവനായ കർത്താവിനെ എനിക്കെന്നും സ്വീകരിക്കാനായിട്ട് പറ്റുമല്ലോ എന്ന വലിയ സത്യം അവർ മനസ്സിലാക്കിക്കൊണ്ട് ആ വലിയ സന്തോഷത്തോടു കൂടി അവർ മുന്നോട്ട് ജീവിക്കുമ്പോൾ, സ്നേഹമുള്ളവരെ, തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, പലപ്പോഴും സഹനങ്ങളുടെ ജീവിതങ്ങളാണ് ചിലപ്പോൾ ദൈവത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുക. പല വ്യക്തികളുടെയും ജീവിതത്തിൽ നമ്മൾ മനസ്സിലായിട്ടുണ്ട് എങ്ങനെയാണ് അവർ ദൈവത്തിലേക്ക് അടുത്തത്. ഏകദേശം ഒരു 80% ജനങ്ങളും ദൈവത്തിലേക്ക് അടുത്തത് അവരുടെ ജീവിതത്തിൽ ചില സഹനങ്ങൾ ഉണ്ടായപ്പോഴാണ്. ആ സഹനങ്ങളുടെ വഴിയിലൂടെയാണ് തമ്പുരാന്റെ കരങ്ങളിലേക്ക് പോയത്. നമ്മൾ പലപ്പോഴും ചിന്തിച്ച് നോക്കുകയും നമുക്ക് സന്തോഷവും നമുക്ക് സമൃദ്ധിയും നമുക്കെല്ലാം ഉള്ളപ്പോൾ നമ്മൾ ദൈവത്തെ ആശ്രയിച്ചിട്ടുണ്ടോ? ആശ്രയിച്ചിട്ടില്ല. നമ്മൾ ചിന്തിച്ച് നോക്കിയറിയാം, എൻ്റെയും നിങ്ങളുടെ എല്ലാ അവസ്ഥ തന്നെയാണ്. നമുക്കെപ്പോഴും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഒക്കെ ഉള്ളപ്പോൾ ദൈവത്തെ നമ്മൾ എത്തിരി ദൈവത്തിൻ്റെ കൂടെ ഇരിക്കാനായിട്ട് നമ്മൾ പരിശ്രമിച്ചിട്ടില്ല. പക്ഷേ ചില സഹനങ്ങൾ, ചില കടബാധ്യത, ചില രോഗാവസ്ഥകൾ, ചില കുടുംബ പ്രശ്നങ്ങൾ, ചില അസ്വസ്ഥതപ്പെടുത്തുന്ന സാഹചര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ നെടുവീർപ്പെട്ടുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് വരാനായിട്ട് തുടങ്ങി. അങ്ങനെ ദൈവസന്നിധിയിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ ദൈവത്തെ നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിച്ചു. എൻ്റെ കൂടെ ഈ ദൈവം എപ്പോഴും ഉണ്ടല്ലോ എന്നുള്ള ബോധ്യമുണ്ടായി. എൻ്റെ ജീവിതത്തിൽ ചെറിയ തെറ്റ് വന്നപ്പോൾ സമൂഹം മുഴുവനും, ജീവിത പങ്കാളി, മക്കള്, പ്രിയപ്പെട്ടവരെല്ലാവരും എന്നെ തള്ളി പറഞ്ഞു. പക്ഷേ എൻ്റെ ദൈവം എന്നെ മനസ്സിലാക്കി. പാപിനിയായ സ്ത്രീയുടെ ജീവിതം അതാ. ആ പാപിനിയായ സ്ത്രീയുടെ ജീവിതത്തിൽ ബാക്കിയെല്ലാവരും അവളെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ ദൈവത്തിൻ്റെ തമ്പുരാന്റെ കർത്താവിൻ്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ, നിങ്ങളിൽ പാപമില്ലാത്തവർ അവളെ കല്ലെറിയട്ടെ എന്നാണ് കർത്താവ് പറഞ്ഞത്. പിന്നീട് നമുക്കറിയാം ഈ പാപിനിയായ സ്ത്രീ ജീവിച്ചത് എത്രത്തോളം വിശുദ്ധമായിട്ടായിരിക്കാം. അവളോട് പറഞ്ഞു, മകളെ നീ ഇനി പാപം ചെയ്യരുത് എന്ന് ഈശോ പറഞ്ഞു. നമുക്കറിയാം ഉദ്ധിതനായ ഈശോയെ ആദ്യം കാണുവാനായിട്ടുള്ള അനുഗ്രഹം ലഭിച്ചത് ഈ പാപിനിയായ സ്ത്രീയായ മഗ്ദലന മറിയം, ഇപ്പോൾ വിശുദ്ധയായി സഭ വണങ്ങുന്ന മഗ്ദലന മറിയം, വിശുദ്ധ മഗ്ദലന മറിയം. ഈ വിശുദ്ധ മഗ്ദലന മറിയത്തിന് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ സൗഭാഗ്യം കിട്ടിയത്? എന്തുകൊണ്ടാണ് ഈശോയെ തൊട്ട് അടുത്ത് കാണുവാൻ, ഉദ്ധിതനായ ഉയർത്തെഴുന്നേറ്റ ഈശോയെ ആദ്യം കാണുവാനുള്ള അനുഗ്രഹവും ഭാഗ്യവും ലഭിച്ചത് എന്തുകൊണ്ടാണ്?
വേറെ ഒന്നും കൊണ്ടുമല്ല. ഈ വചനം തന്നെയാണ് അതിനർത്ഥം. ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സ്നേഹമുള്ളവരെ, ഈ വിശുദ്ധിയിലേക്ക് അവൾ കടന്നുപോയി. തെറ്റായ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന പാപിനിയായ സ്ത്രീ പിന്നീട് അവളുടെ ജീവിതത്തിൽ അവൾ മനസ്സിലായി, ഈ ജീവിതത്തിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതം തകർന്നു പോകുമെന്ന് നമുക്ക് മനസ്സിലായി. തകർന്നു പോകുമെന്ന് മനസ്സിലായപ്പോൾ ഈ ദൈവത്തിൻ്റെ വാക്കുകൾ അവൾ കേട്ടു. ഇനി പാപം ചെയ്യാതെ ഞാൻ ജീവിക്കാം. ആ പാപം ചെയ്യാതെ അവൾ ജീവിച്ചപ്പോൾ തീർച്ചയായിട്ടും സമൂഹം മുഴുവനും അവളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവും. അവളിപ്പോൾ വലിയ വിശുദ്ധയാണ് എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാവുന്നതാണ്, നമ്മുടെ സമൂഹത്തിൽ പോലും ഒരാൾ തെറ്റ് തിരുത്തി ജീവിക്കുവാൻ തയ്യാറായാൽ പോലും സമൂഹം നല്ല രീതിയിൽ ജീവിക്കാൻ അവരെ അനുവദിക്കാറില്ല. ഞാൻ പലപ്പോഴും ചിന്തിച്ച് നോക്കിയിട്ടുള്ളതാണ്. വിശുദ്ധ ബൈബിളിൽ കാണാത്തൊരു ഭാഗമുണ്ട്. വിശുദ്ധ മഗ്ദലന മറിയം, പാപിനിയായ ആ മറിയത്തിൽ നിന്നും വിശുദ്ധയിലേക്കുള്ള യാത്രയുടെ ആ ഇടഭാഗം എത്രത്തോളം സഹനീയമായിരിക്കും. സമൂഹം മുഴുവനും അവളെ തെറ്റിദ്ധരിച്ച അവസ്ഥ, കുറ്റം പറഞ്ഞ സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങളിലൂടെയൊക്കെ അവൾ പോയപ്പോഴൊക്കെ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരൊറ്റ വചനമായിരിക്കണം അവൾ ഓർത്തിട്ടുള്ളത്, എൻ്റെ ദൈവം, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടാകും. സ്നേഹമുള്ളവരെ, അത്രത്തോളം ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് വിശുദ്ധിയായിട്ട് അവൾ ജീവിച്ചതുകൊണ്ടാണ് അവൾക്ക് ഉദ്ധിതനായ ഈശോയെ ആദ്യം കാണാനുള്ള അനുഗ്രഹം ലഭിച്ചത്. ആ ആദ്യം കാണാനുള്ള അനുഗ്രഹം ലഭിച്ചത് തീർച്ചയായിട്ടും അവളുടെ ജീവിതത്തിലുള്ള വിശുദ്ധിക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കൊടുക്കേണ്ടത്. അതിനാൽ തീർച്ചയായിട്ടും യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് അരുളി ചെയ്തവനായ ആ കർത്താവിനെ നമുക്ക് അനുഭവിച്ചറിയാം, സ്വന്തമാക്കാം. വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നീ ലോകം മുഴുവനും നേടിയാലും നിന്റെ ആത്മാവ് നിനക്ക് നഷ്ടമായാൽ എന്ത് പ്രയോജനം? നീ ലോകം മുഴുവനും നേടിയാലും, നീ എത്രത്തോളം സമ്പത്ത് നീ നേടിയെടുത്താലും, എത്രത്തോളം സ്ഥാനമാനങ്ങൾ നീ നേടിയെടുത്താലും, ഇതെല്ലാം നേടിയെടുക്കുമ്പോഴും നിന്റെ ദൈവത്തെ നീ നേടിയെടുത്തില്ല എങ്കിൽ, നിന്റെ ആത്മാവിനെ നീ രക്ഷിച്ചില്ല എങ്കിൽ നിനക്ക് എന്ത് പ്രയോജനം? ചോദിക്കുക. സ്നേഹമുള്ളവരെ, നമുക്കൊന്ന് ഇരുന്ന് ചിന്തിക്കാം. എൻ്റെ ഇത്രത്തോളം നാളുള്ള ജീവിതത്തിൽ എൻ്റെ ദൈവത്തെ നേടിയെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? എൻ്റെ ദൈവത്തിന് ഒന്നാം സ്ഥാനം ഞാൻ കൊടുത്തിട്ടുണ്ടോ? ഒന്നാം പ്രമാണത്തിന് ഞാൻ ചേർന്ന് നിന്ന് ജീവിച്ചിട്ടുണ്ടോ? എൻ്റെ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തിട്ടുണ്ടോ? അതെയോ എൻ്റെ സ്ഥാനമാനങ്ങൾക്കാണോ, എൻ്റെ പണത്തിനാണോ, എൻ്റെ ജീവിത പങ്കാളിക്കാണോ, എൻ്റെ മക്കൾക്കാണോ, എൻ്റെ സ്വത്തുവകകൾക്കാണോ ഞാൻ ഒന്നാം സ്ഥാനം കൊടുത്തിട്ടുള്ളത്? എൻ്റെ ദൈവത്തിനാണോ ഒന്നാം സ്ഥാനം കൊടുത്തിട്ടുള്ളതെങ്കിൽ സത്യമായ വഴിയിലൂടെ നമ്മൾ പോവുക. കാരണം എന്നും കൂടെയുള്ളവൻ ഇവൻ മാത്രമേ ഉള്ളൂ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28:20, യുഗാന്തം വരെ ഞാൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.